السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين محمد وآله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ സൂക്ഷിക്കേണ്ട വിധം സൂക്ഷിച്ച് അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഉൾപ്പെടാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്യുകയാണ്. സാധാരണയായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പള്ളികളിൽ നിന്ന് കേൾക്കാറുള്ള ഉപദേശമാണ് ഈ പറഞ്ഞത്. ഖുതുബ ഏത് ഭാഷയിൽ നടത്തിയാലും ആര് നടത്തിയാലും കേൾക്കാറുള്ള ഒരു ഉപദേശമാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ സുന്നത്ത് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് എല്ലാ ഖുതുബകളിലും ഈ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് പ്രത്യേകമായി പറയാറുള്ളത്. എത്ര ജുമകളിൽ നാം പങ്കെടുത്തോ, എത്ര കാലമായി നാം ഇത്തരം വേദികളിൽ പങ്കുകൊള്ളുന്നുവോ, അപ്പോഴെല്ലാം നമ്മൾ കേട്ട് മടുത്ത ഒരു പദം. എന്താണ് ഖതീബ് ആദ്യം പറയാൻ തുടങ്ങുക എന്നെല്ലാവർക്കും അറിയാം. അത്രയും സുപരിചിതമായ ഒന്ന്, അതാണ് തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത്. യഥാർത്ഥത്തിൽ എന്താണ് ഈ തഖ്വ? മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് തഖ്വ എന്ന് നമുക്കറിയാം. പണ്ഡിതന്മാർ മനസ്സിന്റെ പ്രവർത്തനങ്ങൾ എണ്ണിയപ്പോൾ 12 വേർതിരിച്ചപ്പോൾ അതിൽ 11ാമത്തേതായി എണ്ണിയത് തഖ്വയാണ്. 11ാമത്തെ പ്രവർത്തനം എന്ന നിലക്ക് എണ്ണിയത് തഖ്വയാണ്. ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനമാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. ദീനിന്റെ അടിസ്ഥാനമാണ് തഖ്വ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവനാണ് തഖ്വ. ആ തഖ്വയില്ലാതെ മുസ്ലിമായ ഒരു മനുഷ്യന് ജീവിക്കുക സാധ്യമല്ല. തഖ്വയില്ലാതെയുള്ള ജീവിതം മൃഗതുല്യമാണ്. മനുഷ്യനൊരിക്കലും അനുയോജ്യമല്ല. അത് തഖ്വ ഒരമൂല്യ നിധിയാണ്. എങ്ങനെ അത് കരസ്ഥമാക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം അത് കരസ്ഥമാക്കാനുള്ള ശ്രമം നാം നടത്തണം. ഒരമൂല്യമായ രത്നം എവിടെ നിന്നെങ്കിലും നമുക്ക് കിട്ടുമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ കിട്ടും? എപ്രകാരം അതെന്റെ കയ്യിലെത്തും? എങ്ങനെ അതിന്റെ ഉടമസ്ഥനാകാൻ സാധിക്കും എന്ന് ചിന്തിക്കുന്നത് പോലെ ഈ തഖ്വയെക്കുറിച്ച് ചിന്തിക്കണം. അതൊരു വലിയ ആധിപത്യമാണ്, ഒരു വലിയ സമ്പത്താണ്, വലിയ ഒരു മുതലാണ് യഥാർത്ഥത്തിൽ തഖ്വ എന്ന് പറയുന്നത്. മുസ്ലിമായ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു സംഗതി, വിശുദ്ധ ഖുർആൻ ധാരാളമായി പറഞ്ഞ ഒരു കാര്യം, പല സന്ദർഭങ്ങളിലായി അനേകം പ്രതിഫലങ്ങൾ വാഗ്ദത്തം ചെയ്ത ഒരു കാര്യം. എന്തിനധികം, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ എല്ലാവിധ പ്രശ്നങ്ങളുടെയും പോംവഴിയായി പരിഹാരമായി നിർദ്ദേശിച്ചത് തഖ്വയാണ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും തഖ്വയുള്ളവരായി തീരുകയാണെങ്കിൽ അല്ലാഹു അവനൊരു മഖ്റജ് അഥവാ ഒരു തുറസ്, ഒരു പോംവഴി, ഏതൊരു പ്രശ്നത്തിൽ കുടുങ്ങിയാലും ആ കുടുക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗത്തിനാണ് മഖ്റജ് എന്ന് പറയുന്നത്. അത് അല്ലാഹു ഉണ്ടാക്കി കൊടുക്കുമെന്ന ശക്തമായ വാഗ്ദാനം അല്ലാഹു നൽകുകയും ചെയ്തിരിക്കുന്നു. ഈ പദം, തഖ്വ എന്ന പദം, അറബി ഭാഷയിലെ വഖിയ അല്ലെങ്കിൽ വഖ എന്നൊക്കെ പറയുന്ന ധാതുവിൽ നിന്ന് വന്നതാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷിക്കുക, സംരക്ഷിക്കുക എന്നൊക്കെയാണ്. സാങ്കേതികമായി ഇസ്ലാമിൽ തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതും യഥാർത്ഥത്തിൽ
ഈ പദവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. പണ്ഡിതന്മാർ അതിന് പറഞ്ഞ നിർവചനങ്ങൾ ധാരാളമാണ്. അതിലൊന്ന്, അൻ തജഅല ബൈനക വബൈന മാ ഹറമല്ലാഹു ഹാജിബൻ വഹാജിസ, നീ നിന്റെയും അല്ലാഹു നിനക്ക് ഹറാമാക്കിയ നിരോധിച്ച കാര്യങ്ങളുടെയും ഇടയിൽ ഒരു തടസ്സമുണ്ടാക്കുക. ഹാജിബ് അല്ലെങ്കിൽ ഹാജിസ്, ഒരു തടസ്സമുണ്ടാക്കുക. അല്ലാഹു നിരോധിച്ച കാര്യങ്ങൾക്കുടെയും എന്റെയും ഇടയിൽ ഒരു സ്ക്രീനല്ല, ഒരു ശക്തമായ തടസ്സം, ഒരിക്കലും അത് ഭേദിച്ച് മുമ്പോട്ട് പോകാത്ത അവസ്ഥ. അതാണ് തഖ്വ. മറ്റൊരു നിർവചനം, ഇംതിസാലു അവാമിരില്ലാഹ് വജ്തിനാബുൻ നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അപ്പടി അംഗീകരിക്കുക, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. ഇത് സാധാരണയായി നാം തഖ്വയുടെ നിർവചനമായി പറഞ്ഞു കേൾക്കാറുള്ള ഒന്നാണ്. മൂന്നാമത്തെ നിർവചനം, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ വൽ അമലു ബിത്തൻസീൽ വൽ ഖനാഅതു ബിൽ ഖലീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ. ഇതിപ്പോ ഈ വെള്ളിയാഴ്ച ഇങ്ങനെ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കണോണ്ട് എന്താപ്പോ ഇത് നമുക്ക് ശരിക്കും ബോധ്യമായിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ഇത്ര ഇങ്ങനെ വ്യക്തമായി ഇതിന്റെ നിർവചനങ്ങൾ പറയുന്നത്. തഖ്വ എന്ന് പറഞ്ഞാൽ അൽ ഖൗഫു മിനൽ ജലീൽ, മഹാനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, ഖൗഫാണ്. വൽ അമലു ബിത്തൻസീൽ, അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം കൊണ്ടുള്ള പ്രവർത്തനമാണ്. വൽ അമലു ബിത്തൻസീൽ. മൂന്നാമത്തേത് വൽ ഖനാഅതു ബിൽ ഖലീൽ, അല്പം കൊണ്ട് പൂർണ്ണ സംതൃപ്തി അടയലാണ്. കുറച്ചേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് ഖനാഅത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തി. ഒരു വല്ലാത്ത മനസ്സിന്റെ ഉന്നതമായ ഒരവസ്ഥയാണ്. അതാണ് തഖ്വ. വൽ ഖനാഅതു ബിൽ ഖലീൽ. അവസാനം പറഞ്ഞു വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, യാത്ര പോകാനുള്ള ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ്. ഇവിടുന്ന് പോണല്ലോ, പോകാനുള്ള ദിവസത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ്. ഈ 4 കാര്യങ്ങൾ ചേർന്നതാകുന്നു തഖ്വ. മറ്റൊരു നിർവചനം, അത്തഖ്വ അൻ യജഅലൽ മുസ്ലിം ബൈനഹു വബൈന മാ യഖ്ശാഹു മിൻ റബ്ബിഹി മിൻ ഗളബിഹി വസുഖ്തിഹി വഇഖാബിഹി വിഖായതൻ തഖീഹി മിൻ ദാലിക്. മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെയും അല്ലാഹു ഇഷ്ടപ്പെടാത്ത അല്ലാഹുവിന്റെ കോപം, അല്ലാഹുവിന്റെ ദേഷ്യം, അല്ലാഹുവിന്റെ ശിക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ നിന്നും രക്ഷ നേടാൻ ഉപയോഗിക്കേണ്ട ഒരവസ്ഥയാണ്, ഒരു മാധ്യമമാണ് തഖ്വ. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, ഉമർ റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, മത്തഖ്വ. ചോദിക്കുന്നത് ആരാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹകരിച്ച് സഹചാരിയായി സഹാബിയായി ജീവിച്ച ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട്. എന്താണ് ഈ തഖ്വ എന്ന് പറഞ്ഞാൽ? ഇതിങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ, നമുക്കിതുവരെ ചോദിക്കാൻ തോന്നാത്തത് എന്തുകൊണ്ടാന്ന് മനസ്സിലായിട്ടില്ല. ചോദിക്കാനുള്ളൊരു കാരണം എല്ലാ ആഴ്ചയും തന്നെ പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴൊക്കെ ആളുകളെ അഭിമുഖീകരിക്കുന്നുവോ അപ്പോഴെല്ലാം തിരുമേനിക്ക് പറയാനുള്ളത്, ആദ്യമായി പറയാനുള്ളത് തഖ്വ കൊണ്ടുള്ള വസിയത്ത്. അപ്പൊ ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഈ തഖ്വ, അങ്ങനെ പറയുന്ന ഒരു വിഷയം എന്താണ്? ഉബയ്യ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, യാ അമീറൽ മുഅ്മിനീൻ. അത് മനസ്സിലാക്കിക്കൊള്ളി, ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായിരിക്കുമ്പോഴാ ചോദിക്കും. യാ അമീറൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ, അമാ സലക്ത ത്വരീഖൻ ഫീഹി ഷൗക്ക്, നിങ്ങൾ ഈ മുള്ളൊക്കെ ഉള്ള വഴിയിലൂടെ നടന്നു പോയിട്ടില്ലേ? ഖാല നഅം, അദ്ദേഹം പറഞ്ഞു, ആ പോയിട്ടുണ്ട്, മുള്ളൊക്കെ ഉള്ള വഴിയിലൂടെ. ഖാല മാ ഫഅൽ, അപ്പൊ അങ്ങനെയുള്ള ഒരു വഴിയിലൂടെ നിങ്ങൾ നടന്നു പോകുമ്പോ എന്താ ചെയ്യാ? ഖാല ഉമർ, ഉശമ്മിറു അൻ സാഖി വഅൻദുറു ഇലാ മവാദിഇ ഖദമി വഉഖദ്ദിമു ഖദമൻ വഉഅഖിറു ഉഖ്റ മഖാഫത അൻ തുസീബനി ഷൗക. ഞാൻ എന്റെ വസ്ത്രം ഒന്നിങ്ങനെ കയറ്റിപ്പിടിക്കും, എന്നിട്ട് ഇങ്ങനെ കാല് വെക്കുന്ന സ്ഥലത്തൊക്കെ സൂക്ഷിച്ചു നോക്കും. സൂക്ഷിച്ചു നോക്കിയിട്ട് മുള്ളൊന്നും ഇല്ലാന്ന് കണ്ടാൽ ഒരടി വെക്കും, വീണ്ടും നോക്കും, എന്നിട്ട് മുള്ളില്ലാന്ന് കണ്ടാൽ പിന്നെ തടി വെക്കും. എന്തിന്? മഖാഫത അൻ തുസീബനി ഷൗക, ഒരു മുള്ള് എന്റെ കാലിന് തറക്കുവോ എന്ന് പേടിച്ചിട്ട്. ഞാനാ ചെയ്യാ എന്ത്? മുള്ളുള്ള ഒരു വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ. ഫഖാല ഉബയ്യ് ഇബ്നു കഅബ്, അപ്പൊ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തിൽക തഖ്വ, അതന്നെയാണ് തഖ്വ, അതന്നെയാണ് തഖ്വ. അപ്പൊ സഹോദരന്മാരെ, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താ? മുള്ളുള്ള വഴികളാണ്.
മുള്ളും കുപ്പിച്ചില്ലും പാമ്പും ഒക്കെ ഉള്ള, തേളും ഒക്കെ ഉള്ള വഴി. നടക്കുമ്പോ എന്ത് വേണം? നല്ലോണം ടോർച്ചടിക്കണം. എങ്ങോട്ടടിക്കണം? കാല് വെക്കുന്ന സ്ഥലത്തേക്ക് അടിക്കണം. ശ്രദ്ധിച്ച് നടക്കണം. അതന്നെയാണ് തഖ്വ. ഇത് പഠിപ്പിക്കുന്നത് ആരാ? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു. ആരെയാണ് പഠിപ്പിക്കുന്നത്? അതാണ് വിഷയത്തിന്റെ ഗൗരവം. ആരെയാ പഠിപ്പിക്കുന്നത്? അബൂബക്കറും ഫിൽ ജന്ന ഉമറുൻ ഫിൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖിന് ശേഷം രണ്ടാമതായി സ്വർഗത്തിന്റെ അവകാശിയാണ് എന്ന് പരസ്യമായി പറഞ്ഞ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ. അപ്പൊ എന്താണ് സഹോദരന്മാരെ തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ ഹലാൽ ഏത്, ഹറാം ഏത്, അബദ്ധമേത്, സുബദ്ധമേത് എന്ന് ശ്രദ്ധിച്ചു നോക്കി ജീവിക്കുന്നതിനാണ് എന്ത് പറയുക? തഖ്വ എന്ന് പറയുന്നത്. 5 നിർവചനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ നമുക്ക് ആ വിഷയം എന്താണ് എന്ന് ബോധ്യമായിട്ടുണ്ടാവും. എന്തായിരുന്നാലും ശരി, ഇത് ദീനിന്റെ അടിസ്ഥാനമാണ്. ദീനിന്റെ അടിസ്ഥാനമാണ്. ഒരു മനുഷ്യന്, മുസ്ലിമായ ഒരു മനുഷ്യനുണ്ടാകേണ്ട ഒരു സ്ഥാനമാണ്, ഒരു മർത്തബയാണ് യഖീൻ എന്ന മർത്തബ. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പ്. സാധാരണ ഈ സൂഫിയാക്കളൊക്കെ, സൂഫിസത്തിന്റെയും ത്വരീഖത്തിന്റെയും ഒക്കെ ആളുകൾ യഖീൻ എന്ന മർത്തബയെ കുറിച്ച് പറയാറുണ്ട്. യഖീൻ എന്ന മർത്തബ കിട്ടാൻ ഒരു ത്വരീഖത്തിന്റെ ശൈഖിനെ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഒരു സൂഫിസ ത്വരീഖത്തിൽ ചേരുകയോ അല്ല വേണ്ടത്. മറിച്ച് എന്താ വേണ്ടത്? യഖീൻ കിട്ടാൻ എന്ത് വേണം? യഖീന് കിട്ടാൻ ആദ്യം വേണ്ടത് തഖ്വയാണ്. യഖീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉറപ്പാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഉറപ്പന്നെയാണ്, ശരി തന്നെയാണ്, എനിക്കതിൽ ഒരു സംശയവുമില്ല. ഞാൻ അള്ളാഹിനോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു എനിക്ക് എല്ലാത്തരം പ്രശ്നങ്ങൾക്കും പോംവഴി ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അതിനാണ് എന്ത് പറയാ? യഖീൻ. ഒരു വല്ലാത്ത അവസ്ഥയാണ്, വല്ലാത്തൊരവസ്ഥ. അപ്പോഴേ ശരിക്കും സഹോദരന്മാരെ നമ്മളെ മനസ്സിന് സമാധാനം കിട്ടുള്ളൂ. അപ്പോഴേ നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്നമൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞിട്ട് ആരാണ് മുഅ്മിനുകൾ എന്ന് പറഞ്ഞത്? അവരെ കുറിച്ച് പറഞ്ഞത് സുമ്മ ലം യർതാബു. വിശ്വസിച്ച കാര്യത്തിൽ അവർക്ക് എന്തില്ല? പിന്നെ ഒരു സംശയവുമില്ല. ഒരു അങ്ങനെ ഉണ്ടല്ലോ ചില ആൾക്കാർ, ഒരു അത് ശരിയായിക്കൊള്ളണം എന്നില്ല, അല്ലെ? അതില്ല. അതുണ്ടായാൽ എന്തില്ല? യഖീൻ എന്ന മർത്തബയിൽ എത്തുകയില്ല. അപ്പൊ അതിലേക്ക് എത്താനുള്ള വഴിയാണ് തഖ്വ. മനുഷ്യന്റെ മനസ്സിന്റെ അന്നമാണ് തഖ്വ. മനുഷ്യന്റെ ആത്മാവിന്റെ ഊർജമാണ് തഖ്വ. ആ തഖ്വ കൊണ്ട് മാത്രമേ മനസ്സിനും ആത്മാവിനും ഊർജം ലഭിക്കുകയുള്ളൂ, പവർ കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, വിശ്വാസത്തിന് ദുർബലത ബാധിച്ച ആളുകളുടെ മനസ്സിങ്ങനെ, പ്രത്യേകിച്ച് ദുനിയാവ് കുറയുമ്പോ എന്താവും? പരീക്ഷണങ്ങൾ വരുമ്പം കണ്ടിട്ടില്ല നിങ്ങൾ? വിറച്ചു പോണ്, പേടിച്ചു പോണ്, ചഞ്ചലിച്ചു പോണ്, അല്ലേ? ഇതാണ്ട് അവസാനിപ്പിച്ചെങ്കിൽ എന്ന് കരുതുന്നത്. അതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ, ഈ ആത്മാവിന് കിട്ടേണ്ട, മനസ്സിന് കിട്ടേണ്ട ഈ ഊർജമുണ്ടല്ലോ, ഈ പവർ, ആ പവർ യഥാർത്ഥ സോഴ്സിൽ നിന്ന് കിട്ടാതെ പോകുന്നു എന്ന് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം. ഈ പ്രവാസികൾ എന്ന നിലയ്ക്ക് പലപ്പോഴും മനസ്സിന് ഒരുപാട് തരം പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തലയിലേറ്റി അതിനൊക്കെ വിധിക്കപ്പെട്ടവരാണ് നാം. അള്ളാഹുവിന്റെ വിധിയെ, അള്ളാഹു നമുക്ക് വിധിച്ചതിന് നാം സ്വീകരിച്ചേ തീരൂ. അത് സ്വീകരിച്ചേ തീരൂ. ആ സ്വീകരിക്കാനുള്ള ഒരു ആർജവമാണ്, തന്റേടമാണ് നമ്മൾ കാണിക്കണം. നമ്മൾ ഒളിച്ചോടാൻ പാടില്ല, നമ്മൾ പേടിക്കാൻ പാടില്ല, ബേജാറാകാൻ പാടില്ല, ദുർബലമാകാൻ പാടില്ല. ഇതൊക്കെ ആകാതിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ സാധനം നമുക്കുണ്ടാകണം. അതിനാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഇത് ആവർത്തിച്ച് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഈ തഖ്വയെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരു സംഗതിയാണ് എന്ത്? തഖ്വ. അള്ളാഹിലേക്ക് അള്ളാഹു ചേർത്തൊരു കാര്യം പറഞ്ഞാൽ അതിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹു പറഞ്ഞു വത്തഖുല്ലാഹ്, ഒരുപാട് സ്ഥലത്തുണ്ട്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു എന്തെങ്കിലും പേടിപ്പിച്ചു കളയുന്ന, അള്ളാഹു നമ്മൾ എന്തെങ്കിലും ഉപദ്രവിച്ചു കളയുന്ന അല്ല. അള്ളാഹുവിന്റെ കോപത്തെ നിങ്ങൾ സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ സൂക്ഷിക്കണം. അത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറഞ്ഞു വത്തഖുന്നാർ. വത്തഖുന്നാർ, ആദ്യം പറഞ്ഞത് വത്തഖുല്ലാഹ്. വത്തഖുന്നാർ, നാറിനെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നാറിൽ കയറിപ്പോകും, നാറിൽ പ്രവേശിച്ചു പോകും, നാറിൽ പെട്ടുപോകും എന്നതിനെ കുറിച്ച് നിങ്ങൾ സൂക്ഷിക്കണം. വേറെ സ്ഥലത്ത് ഖുർആനിൽ കാണാം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക.
എന്താ? മടങ്ങിപ്പോകാനുള്ള ഒരു ദിവസത്തെ സൂക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? മടങ്ങിപ്പോകുമ്പോ നല്ലോ സമ്മാനവുമായിട്ട് പോണം, അല്ലേ? നമ്മൾ ഇവിടുന്ന് പോകുമ്പോ നല്ല സമ്മാനമായിട്ടല്ലേ പോകല്, കുടുംബക്കാർക്ക് വേണ്ടി. അല്ലാഹ് പറയാ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, കുടുംബത്തിലേക്കല്ല, നാട്ടിലേക്കല്ല, അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ദിവസത്തെ നീ സൂക്ഷിച്ചോ. എന്താ കാര്യം? നമ്മളെ കയ്യിൽ നല്ലോ സാധനങ്ങൾ വേണം പോകാൻ. വെറും കൈയോടെ ചെന്നാൽ കുടുംബക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ലല്ലോ. അതെ, വെറും കൈയോടെ ചെന്നാൽ അള്ളാഹുവിനും ഇഷ്ടമുണ്ടാവുകയില്ല. അപ്പൊ അള്ളാഹുവിന് ഇഷ്ടമുള്ള രൂപത്തിൽ ചെല്ലാനുള്ള ഏറ്റവും നല്ല മാർഗമാണേത്? തഖ്വയുള്ളവരായി തീരുക. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. തഖ്വയുള്ളവർക്ക് ഇത്, ഈ വിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥം കൃത്യമായ ഗൈഡൻസ് നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാകേണ്ടതില്ല. ശരി, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കുറച്ച് കാര്യമുണ്ടല്ലോ, മനസ്സിന് വരാവുന്ന പ്രശ്നം, അസ്വസ്ഥതകൾ, ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് നമ്മളെയാണ് അധികം ബാധിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊരു തരം ഫിത്നയാണ്, മനസ്സിനെ ബാധിക്കുന്ന ഫിത്ന. തൽഖ് ബിൻ ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു, ഇദാ വഖഅത്തിൽ ഫിത്ന ഫത്ഫിഊഹാ ബിത്തഖ്വ. ഇത്തരം ഫിത്നകൾ നിങ്ങളെ ബാധിച്ചാൽ ഫത്ഫിഊഹാ, ആ ഫിത്നയുടെ അഗ്നിയെ, തീയിനെ നിങ്ങൾ ഊതിക്കെടുത്തണം. എങ്ങനെ? എന്റെ മനസ്സിന് ഭയങ്കരമായ അസ്വസ്ഥത, ഒരുറപ്പില്ലായ്മ, എന്ത് ചെയ്യണം? തൽഖ് റളിയല്ലാഹു തആല പഠിപ്പിക്കുന്നത്, നിങ്ങളതിന്, അതൊരു തരം അഗ്നിയാണ്, ആ അഗ്നിയെ നിങ്ങൾ ഊതിക്കെടുത്തണം. എങ്ങനെ? ബിത്തഖ്വ, തഖ്വ കൊണ്ട് ഊതിക്കെടുത്തണം. ആ തഖ്വക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അത് യഥാർത്ഥത്തിൽ ഊതിക്കെടുത്താവുന്ന ശക്തി അതിന് മാത്രമേ ഉണ്ടാവും. ഇത് അദ്ദേഹം പറഞ്ഞപ്പോ ആളുകൾ ചോദിച്ചു, ഖാലൂ വമത് തഖ്വ, എന്താണ് നിങ്ങൾ ഈ പറയുന്ന തഖ്വ? ത്വൽഖ് എന്താണെന്ന് പറയ്, എങ്ങനെ ഊതിക്കെടുത്തുന്ന തഖ്വ? അദ്ദേഹം വിശദീകരിച്ചു എന്താണ് തഖ്വ എന്ന്. അൻ തഅമല ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തർജു സവാബല്ലാഹ്. അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി പ്രവർത്തിക്കുക, അത് അല്ലാഹുവിൽ നിന്നുള്ള പ്രകാശത്തിന്റെ, വെളിച്ചത്തിന്റെ, നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. വഅൻ തത്റുക മഅസിയത്തല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് തഖാഫു ഇഖാബല്ലാഹ്. അല്ലാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ പാപങ്ങളുണ്ടല്ലോ, ആ പാപങ്ങളെ ഉപേക്ഷിക്കുക. എങ്ങനെയാണ് ഉപേക്ഷിക്കേണ്ടത്? അല്ലാഹുവിൽ നിന്നുള്ള ശക്തമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ ഇഖാബ്, ശിക്ഷ തന്നെ ബാധിക്കുമോ എന്ന ഭയത്തോടുകൂടി. ഇതാണ് തഖ്വ. ഇതാണ് എന്ത്? നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മളെ ഞെരിച്ചു കളയുന്ന, നമ്മളെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഫിത്നയെ ഊതിക്കെടുത്താനുള്ള ഏകമാർഗം ഇതാകുന്നു എന്ന് തൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു തആല അൻഹു നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കുക, ഈ തഖ്വ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ കൽപ്പനകളെ നടപ്പിൽ വരുത്തുകയും അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ അകന്നു നിൽക്കുകയും ചെയ്യുക എന്ന ഈ തഖ്വ 3 മർത്തബകളിലായാണ് നാം നടപ്പാക്കേണ്ടത്. 3 ഗ്രേഡുകളിലൂടെയാണ്. ഒന്നാമത്തേത് അത്തവഖി മിനൽ അദാബിൽ മുഖല്ലദ് സാഹിബഹു. ഈ തഖ്വയുള്ള മനുഷ്യനെ അല്ലാഹു ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് അവന് സംരക്ഷണം നൽകും എന്നതാണ്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം തഖ്വയുള്ളവൻ തൗഹീദിനെ ഉൾക്കൊള്ളുന്നവനായിരിക്കും. തൗഹീദിനെ ഉൾക്കൊണ്ടാൽ ശാശ്വതമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം. രണ്ടാമത്തേത് അൻ തത്തഖി കുല്ലമാ യകൂനു സബബുൻ ലിൽ അദാബി ഫിന്നാർ. തഖ്വയുള്ള ഒരു മനുഷ്യൻ നരകാവകാശിയാകാൻ കാരണമുള്ള മുഴുവൻ കാര്യത്തിൽ നിന്നും അവനെ സൂക്ഷിക്കും. വലൗ ലിബുർഹത്തിൻ യസീറ, ചെറിയ ഒരു നേരത്തിനായാൽ, ചെറിയ ഒരു സമയം പോലും നരകാവകാശിയാകാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനത്തിന് അവൻ വശംവദനാവുകയില്ല. അവൻ അതിനെ സംരക്ഷിക്കും, സൂക്ഷിക്കും. 3 അൻ യതനസ്സഹൽ അബ്ദു അമ്മാ യശ്ഗലു നഫ്സഹു അനില്ലാഹി തആല. അല്ലാഹുവിൽ നിന്ന് തന്റെ മനസ്സിനെ വ്യാപൃതമാക്കുന്ന, ശുഗലാക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും തഖ്വയുള്ള മനുഷ്യൻ അകന്നു നിൽക്കും. അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിൽ നിന്ന്, അല്ലാഹുവിന്റെ സ്മരണ നിലനിർത്തുന്നതിൽ നിന്ന് തന്നെ തടയുന്ന മുഴുവൻ കാര്യങ്ങളെയും അവൻ ഒഴിവാക്കും. വലൗ കാന മുബാഹാത്ത്, അത് അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും, അനുവദിച്ച കാര്യ, പക്ഷേ
ആ കാര്യം ഞാൻ ചെയ്താൽ എന്ത് പറ്റും, എന്ത് സംഭവിക്കും? അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന്, അള്ളാഹുവിനെ ഓർക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽ നിന്ന് എന്നെ എന്താക്കും? മാറ്റി നിർത്തും. ഒരു ഉദാഹരണം കൂടി പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. കളി നല്ലതാ, കളിക്കണം, എന്നാലേ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ. ഓടണം, കളിക്കണം, ചാടണം ഒക്കെ വേണം. പക്ഷേ അത് എപ്പോഴാകരുത്? അതൊരു നമസ്കാരത്തിന്റെ സമയത്തായി പോകരുത്. മുബാഹായ കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. അവിടെ ബാങ്ക് കേൾക്കുന്നതിന് മുമ്പ്, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് കളിക്കളത്തിൽ നിന്ന് കയറിപ്പോകാനുള്ള മനസ്സ് അത് തഖ്വയുള്ളവനെ സാധ്യമാവും. എല്ലാത്തും കളിക്കും. ഒരു ഉദാഹരണം പറഞ്ഞ കളി, വേറെ എന്തും നിങ്ങൾ അതിനനുസരിച്ച് ബന്ധപ്പെടുത്തി പരിശോധിച്ച് നോക്കുക. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ധാരാളം സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ ആശയങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഈ പദത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്തേത് അള്ളാഹു ഖശിയത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, ഹൈബത്ത്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഗാംഭീര്യം എന്ന അർത്ഥത്തിൽ തഖ്വയെ ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു വഇയ്യായ ഫത്തഖൂൻ, വഇയ്യായ ഫത്തഖൂൻ. മുഫസ്സിറുകൾ പറഞ്ഞ അർത്ഥം അവിടെ തഖ്വ എന്നതിന് ഇഖ്ശൗനി വഹാബൂനി, എന്നെ മാത്രം നിങ്ങൾ ഭയപ്പെടുക, എന്നെ മാത്രം ഗാംഭീര്യമുള്ള രൂപത്തിൽ നിങ്ങൾ എന്നെ മാത്രം കാണുക. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു ദിവസത്തെ കുറിച്ച് നിങ്ങൾ തഖ്വയുള്ളവരായി തീരുക എന്നിടത്ത് തഖ്വക്ക് പറഞ്ഞ അർത്ഥം ഖാഫൂ ഹാദൽ യൗം വമാ ഫീഹി, ആ ദിവസത്തെയും ആ ദിവസത്തിലുള്ള ഭവിഷ്യത്തുകളെയും നിങ്ങൾ ഭയപ്പെടുക എന്നാണ്. അപ്പോ തഖ്വയുടെ ഒരു ഉദ്ദേശം, ഒരർത്ഥം, ഒരാശയം ഭയം എന്നതാണ്. രണ്ട്, പരിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച രണ്ടാമത്തെ അർത്ഥം ത്വാഅത്ത്, ഇബാദത്ത് എന്ന അർത്ഥത്തിനാണ്. അല്ലാഹുവിനുള്ള ഇബാദത്ത്, അല്ലാഹുവിനുള്ള അനുസരണം എന്ന അർത്ഥത്തിൽ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, എല്ലാ ആഴ്ചയും കേൾക്കാറുള്ള ഹഖ്ക തുഖാതിഹി എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, അതീഉഹു ഹഖ്ക ത്വാഅ വഅബ്ദൂഹു ഹഖ്കൽ ഇബാദ. മുഫസ്സിറുകൾ മുഴുവൻ വിശദീകരിച്ചു, അനുസരിക്കേണ്ട വിധം അല്ലാഹുവിനെ അനുസരിക്കുക, ആരാധിക്കേണ്ട വിധം നമുക്ക് ഇഷ്ടമുള്ള മാതിരിയല്ല, അതിനൊരു വിധമുണ്ട്. ആ വിധമനുസരിച്ച്, ആ രൂപമനുസരിച്ച്. അപ്പൊ ഇബാദത്ത്, ഇതാഅത്ത് എന്ന അർത്ഥത്തിൽ തഖ്വ വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചു എന്നർത്ഥം. അതും എന്താണ്? തഖ്വയാണ്. അപ്പം ഈ ചില ആളുകൾക്കുണ്ടല്ലോ, ഇബാദത്തുകൾ അങ്ങനെ ചെയ്യും, പക്ഷെ അത് അള്ളാഹു പറഞ്ഞ രൂപത്തിലാണോ റസൂൽ പറഞ്ഞ രൂപത്തിലാണോ എന്നൊന്നും ശ്രദ്ധിക്കാറില്ല. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ തഖ്വയുടെ കമ്മിയാണ്, കുറവാണ്, ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. മൂന്നാമത്തേത്, തെറ്റുകളിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിന്, അബദ്ധങ്ങളിൽ നിന്നുള്ള സുരക്ഷിതത്വത്തിന് തഖ്വ എന്ന പദം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചു. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖിഹ് ഫഉലൈക ഹുമുൽ ഫായിസൂൻ. അല്ലാഹുവിനെ അനുസരിക്കുക, ഒരാൾ അല്ലാഹുവിനെ അനുസരിച്ചാൽ, അവന്റെ റസൂലിനെ അനുസരിച്ചാൽ, എന്നിട്ട് പറയുന്നു വയഖ്ശല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുകയും ചെയ്താൽ, വയത്തഖിഹ്, അവന് തഖ്വയുള്ളവനാവുകയും ചെയ്താൽ, ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അവർ തന്നെയാണ് വിജയികൾ. അവിടെ യത്തഖിഹ് എന്ന ആ ആയത്തിലെ പദത്തിനുള്ള അർത്ഥം മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, ഐ യത്റുകുൽ മആസി വദ്ദുനൂബ്, തെറ്റുകളിൽ നിന്നും, തെറ്റുകളെയും അബദ്ധങ്ങളെയും ഉപേക്ഷിക്കുക. അപ്പൊ തെറ്റുകളെയും അബദ്ധങ്ങളെയും ഉപേക്ഷിക്കുക എന്നത് തഖ്വയാണ് എന്നർത്ഥം. അപ്പൊ തഖ്വ ഉണ്ടായാൽ എന്ത് സംഭവിക്കും? ഈ തെറ്റുകളിൽ നിന്നും അബദ്ധങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്നർത്ഥം. 4, തഖ്വയുടെ 3 മർത്തബകൾ അല്ലാഹു തആല ഒരായത്തിൽ വിശദീകരിച്ചു. ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്തി ജുനാഹുൻ ഫീമാ തുഇമു ഇദാ മത്തഖവ ആമനു വഅമിലുസ് സാലിഹാത്ത് സുമ്മ തഖവ ആമനു സുമ്മ തഖവ അഹ്സനു. ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 3 സ്ഥലത്ത്. ഇദാ മത്തഖവ ആമനു 1, സുമ്മ തഖവ ആമനു 2, സുമ്മ തഖവ അഹ്സനു 3 സ്ഥലത്ത്. തഖ്വ ഒരായത്തിൽ തന്നെ 3 സ്ഥലത്ത്. എന്താണത്? 3 മർത്തബകളാണ്. എന്താണ്?
ലൈസ അലല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് കുറ്റമില്ല. ഫീമാ തഇബു, അവർ ഭക്ഷിച്ചു പോയതിൽ, നേരത്തെ തിന്നുപോയതിൽ, ഹറാമാക്കുന്നതിന് മുമ്പ് തിന്നുപോയതിൽ എന്തില്ല, കുറ്റമില്ല. എന്നിട്ട് പറയുന്നു 3 സ്ഥലത്ത്, ഇദാ, എപ്പോൾ, ഇദാ മത്തഖൗ വആമനു, അവർ തഖ്വയുള്ളവരാവുകയും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്താൽ. 1. വീണ്ടും പറയുന്നു സുമ്മത്തഖൗ വആമനു, വീണ്ടും പിന്നീട് തഖ്വയുള്ളവരായി തീരുകയും വിശ്വാസികളാവുകയും ചെയ്താൽ. വീണ്ടും സുമ്മത്തഖൗ വഅഹ്സനു, പിന്നീട് തഖ്വയുള്ളവരാവുകയും നന്മ പ്രവർത്തിക്കുകയും ചെയ്താൽ. എന്താ അത് 3 പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞത്? മുഫസ്സിറുകൾ വിശദീകരിക്കുന്നു, അത്തഖ്വൽ ഊലാ, ഒന്നാമത്തെ തഖ്വ ഏതാണെന്നോ, തഖ്വ അനിശ്ശിർക്കി, ഷിർക്കിൽ നിന്നുള്ള തഖ്വയാണ്. അപ്പൊ നേരത്തെ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തതുകൊണ്ട് കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിൽ അവൻ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെട്ടവനാണെങ്കിൽ അതാണ് തഖ്വയാണ്. അപ്പൊ ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് ഏതാണ്? തഖ്വയാണ്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരായി തീരണം എന്ന് ഇമാമ് അല്ലെങ്കിൽ ഖത്തീബ് ഉപദേശിച്ചാൽ അതിന്റെ മാന എന്താ, അതിന്റെ ആശയം എന്താ? ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. വസ്സാനിയത്തു, രണ്ടാമത്തെ തഖ്വ ഏതാ? ഈ ആയത്തിൽ രണ്ടാമത് പറഞ്ഞ തഖ്വ അത്തഖ്വ അനിൽ ബിദ്അത്തി, ബിദ്അത്തുകളിൽ നിന്ന് സൂക്ഷിക്കുക എന്നതാണ്. അപ്പൊ ബിദ്അത്തിൽ നിന്ന് രക്ഷപ്പെടൽ എന്താണ്? തഖ്വയാണ്. മറ്റേ തഖ്വയല്ല. ആളെ കണ്ട മൂപ്പര് ഭയങ്കര മുത്തഖിയാണ് എന്ന് പറയും, എല്ലാ ബിദ്അത്തും ചെയ്തുകൊണ്ട് എടുക്കും, അത് തഖ്വയല്ല. വസ്സാലിസത്തു, മൂന്നാമത്തേത് വീണ്ടും അല്ലാഹു അതേ ആയത്തിൽ സുമ്മത്തഖൗ വഅഹ്സനു എന്ന് പറഞ്ഞല്ലോ, അതെന്താ? അത്തഖ്വ അനിൽ മആസി, ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്ന്, ചെറിയ ചെറിയ കുറ്റങ്ങളിൽ നിന്നുള്ള തഖ്വയാണ്. അപ്പൊ ശരിക്കും മനസ്സിലാക്കുക, 3 അർത്ഥത്തിൽ ഷിർക്കിൽ നിന്നുള്ള സംരക്ഷണം, ബിദ്അത്തിൽ നിന്നുള്ള സംരക്ഷണം, മഅസിയത്തിൽ നിന്ന് അഥവാ കൊച്ചു കൊച്ചു തെറ്റുകളിൽ നിന്നുള്ള സംരക്ഷണം, ഇത് 3ഉം തഖ്വയാണ് എന്നർത്ഥം. ഇതൊക്കെ തഖ്വയുടെ ഉള്ളടക്കത്തിൽ വരുന്നതാണ് എന്ന് നാം മനസ്സിലാക്കുക. ഇവിടെ ജനങ്ങൾ പല വിധത്തിലാണ്. അവരിൽ ഒരു വിഭാഗത്തെ നമുക്കറിയാം, നരകത്തിൽ ശാശ്വതമായി പെട്ടുപോകുന്നതിൽ നിന്ന് രക്ഷപ്രാപിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഒരു വിഭാഗം. തൗഹീദൊക്കെ ഉണ്ട് എന്ന് പറയും, മനസ്സിലായി. പക്ഷേ ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് അവർ തങ്ങളെ രക്ഷിക്കുകയില്ല. പലപ്പോഴും ആ ചെറിയ ചെറിയ ദോഷങ്ങൾ അവരെ തെറ്റിലേക്ക് നരകത്തിലേക്ക് എത്തിക്കാൻ സാധ്യതയുമുണ്ട്. തൗഹീദുണ്ട്, പക്ഷേ മഅസിയത്ത് ചെയ്യും. എന്നിട്ട് പറയും ഞാൻ മുസ്ലിമാണ്, ഇസ്ലാം കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും, ഈമാൻ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും. പക്ഷേ പരിപൂർണമായി നരകത്തിലെത്തിച്ചേരുന്നതിൽ നിന്ന് രക്ഷപ്പെടാവുന്ന കാര്യങ്ങളിൽ അവൻ സൂക്ഷ്മത പുലർത്തുകയില്ല. ഇത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. രണ്ടാമത്തെ ഒരു വിഭാഗമുണ്ട് ജനങ്ങൾ, കുഫറിൽ നിന്നും മഹാപാപങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അവർ ശ്രമം നടത്തും. അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യും, നിർബന്ധമായ കാര്യങ്ങൾ അവർ ചെയ്യും. പക്ഷേ ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്ന് അവർ മാറി നിൽക്കുകയില്ല. നവാഫിലുകൾ അഥവാ അള്ളാഹുവിലേക്ക് അടുക്കാൻ സഹായകമാകുന്ന ഐച്ഛികമായ സുന്നത്തായ നിർബന്ധമല്ലാത്ത കാര്യങ്ങൾ അവർ വർദ്ധിപ്പിക്കുകയില്ല. ഇങ്ങനെ 2 വിഭാഗം ആളുകളെ കാണാം. ഈ 2 വിഭാഗത്തിന്റെയും ഉടമകളല്ല, 2 വിഭാഗത്തിലും പെടുന്നവരല്ല നാം ആകേണ്ടത്. മറിച്ച് നാം എപ്പോഴും ആകാൻ ശ്രമിക്കേണ്ടത്, എല്ലാ സന്ദർഭങ്ങളിലും എല്ലാ അവസരങ്ങളിലും ഈ 2 രൂപത്തിലുമുള്ളതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രൂപം, പരിപൂർണമായി സുരക്ഷിതമാകാവുന്ന രൂപം. അബൂദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചതുപോലെ തമാമുത് തഖ്വ അൻ യത്തഖില്ലാഹൽ അബ്ദു ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാല ദർറത്തിൻ വഹത്താ യത്റുക മാ യറാ അന്നഹു ഹലാലുൻ ഖശിയത അൻ യകൂന ഹറാമാ. നമ്മൾക്കുണ്ടാകേണ്ട തഖ്വന്റെ രൂപമാണ്. മറ്റത് ജനങ്ങൾ അങ്ങനെ ഞാൻ പറഞ്ഞ 2 രൂപത്തിലോ നമ്മൾ എങ്ങനെയായിരിക്കണമെന്ന് അബൂദർദാ റളിയല്ലാഹു തആല അൻഹു പഠിപ്പിക്കുന്നു. തമാമുത് തഖ്വ, തഖ്വയുടെ സമ്പൂർണത എന്ന് പറയുന്നത് അൻ യത്തഖില്ലാഹ അൽ അബ്ദു, ഒരടിമ അല്ലാഹുവിനെ സൂക്ഷിക്കലാണ്. ഹത്താ യത്തഖീഹി മിൻ മിസ്ഖാല ദർറത്തിൻ, ഒരു അണുമണി തൂക്കം, അത്ര ചെറിയ അണുവിടെ അത്രം തൂക്കമുള്ള വിഷയത്തിൽ നിന്ന് പോലും അല്ലാഹുവിനെ സൂക്ഷിക്കുക.
ചിലപ്പോൾ ഹത്താ യത്രുക മാ യറാ അന്നഹു ഹലാൽ, ഹലാലാണ് എന്ന് തോന്നുന്ന കാര്യത്തെ പോലും അവൻ ഉപേക്ഷിക്കേണ്ടി വരും. ഖശിയത അൻ യകൂന ഹറാമാ, ഹറാമിൽ അവൻ പെട്ടുപോകുമോ എന്ന ഭയത്താൽ. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ചിലപ്പോൾ അനുവദിച്ച ചില കാര്യങ്ങൾ നമ്മൾ എന്താക്കേണ്ടി വരും, വിട്ടുനിൽക്കേണ്ടി വരും. കാര്യം എന്താ? ആ അനുവദിച്ച കാര്യങ്ങൾ ആ അനുവദിക്കാത്ത കാര്യങ്ങളിലേക്കുള്ള പടിപടിയായി അതിലേക്ക് കയറി പോകാനുള്ള ഒരു സന്ദർഭമുണ്ടാക്കുമെന്ന് ഭയപ്പെട്ടാൽ അതിൽ നിന്ന് മാറി നിൽക്കണം. ഇതിനർത്ഥം, ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങളിൽ നിന്നെല്ലാം അകന്നു നിൽക്കണമെന്നല്ല, അള്ളാഹു അനുവദിച്ച കാര്യങ്ങൾ അകന്നു നിൽക്കണമെന്നല്ല. മറിച്ച് ചില സന്ദർഭങ്ങളിൽ, ചില അവസരങ്ങളിൽ അള്ളാഹു അനുവദിച്ച ചില കാര്യങ്ങൾ ഹറാമിൽ പെട്ടുപോകാനുള്ള സാധ്യതയിലേക്ക് തന്നെ എത്തിക്കുമോ എന്ന് ഭയന്നാൽ. ഞാൻ വിശദീകരിക്കണ്ടല്ലോ, ഉദാഹരണങ്ങളെ മനസ്സിലുണ്ടല്ലോ. എന്റെ മനസ്സിലുള്ളതിനേക്കാൾ ശക്തമായി തോന്നുന്ന ഉദാഹരണങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാവും. അപ്പൊ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതായിരിക്കണം നമ്മുടെ അവസ്ഥ. ഇമാം ഹസൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, മാസാലത്തി തഖ്വാ ബിൽ മുത്തഖീന ഹത്താ തറകു കസീറൻ മിനൽ ഹലാലി മഖാഫത്തൽ ഹറാം. മുത്തഖീങ്ങൾ തഖ്വയിലായി കൊണ്ടേയിരിക്കും. എപ്പോൾ? ഹത്താ തറകു കസീറൻ മിനൽ ഹലാലി മഖാഫത്തൽ ഹറാം, ഹറാമിൽ പെട്ടുപോകുമോ എന്ന ഭയത്തോടുകൂടി, ഭയം കാരണമായി ഒരുപാട് ഹലാലുകളെ ഒഴിവാക്കേണ്ടി വരും. നമ്മൾ ശരിക്ക് പഠിക്കേണ്ട ഒരു പാഠമാണ്. ചിലപ്പോൾ ആൾക്കാർ പറയും, എന്താ അനുവദനീയമല്ലേ, എന്താ ചെയ്തൂടെ, എന്താ കണ്ടൂടെ, എന്താ അങ്ങനെ ആയിക്കൂടെ, എന്താ ആ മാധ്യമം ഉപയോഗിച്ചുകൂടെ. മനസ്സിലായില്ലേ? ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി നമ്മുടെ ചില ആളുകൾ തെരഞ്ഞെടുത്ത, ഞാനിത് പറയുമ്പോൾ ഒരു ആരെയും ആക്ഷേപിക്കാൻ നിങ്ങൾ കരുതെടുത്തിട്ട് ഒരു ഉദാഹരണം പറയാം. എനിക്കിഷ്ടമല്ല ആരെയും അങ്ങനെ ആക്ഷേപിക്കണമെന്ന്. അവരവരൊക്കെ ചെയ്യണ ഇതിന് പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകും, അവരുടെ നിയ്യത്തനുസരിച്ച്. ഒരു സംശയവുമില്ല, അവരുടെ നിയ്യത്ത് എന്താന്ന് നമുക്കറിയില്ല. പക്ഷെ ശ്രദ്ധിക്കാൻ വേണ്ടി ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തൊരു മാർഗം സീരിയൽ, ഇതിലെന്താ സിനിമ ഉണ്ടാക്കാൻ, സീരിയലുകൾ. എന്നിട്ടത് CD ആയി, കഥയായി, അതിൽ അഭിനയങ്ങളും ആണും പെണ്ണും ഒക്കെ കലർന്ന് അഭിനയിച്ചിട്ട് എന്താ ഒരു നല്ല തീം ജനങ്ങളിലേക്ക് എത്തിച്ചില്ലേ എന്നാ ചോദ്യം. നിങ്ങൾ മൗലവി ഒരു 4 പ്രസംഗം നിങ്ങൾ നടത്തിയാൽ ഉപകാരമുണ്ടാകുന്നതിനേക്കാൾ ശക്തമായ രൂപത്തിൽ ഒരു തീം നമ്മൾ ആളുകളുടെ മനസ്സിലെത്തിച്ചില്ലേ? ചോദ്യമാണ്. ആ ചോദ്യത്തിന് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഉത്തരമില്ല, ഞാൻ ഉത്തരം മുട്ടി. പക്ഷേ ശരിയാണ്, സങ്കല്പിക്കുക ഹലാലാണ് എന്ന്, വിചാരിക്കുക ഹലാലാണ്. വിചാരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് സംഗതികൾ അതിലുണ്ട്, ഒരു സംശയമില്ല. ഒരുപാട് സംഗതികൾ അതിലുണ്ട്, സംശയമില്ല. ഇനി ഹലാലാണെന്ന് വിചാരിക്കുക, എന്നാൽ പോലും ഒരു മനുഷ്യന് അനാവശ്യമായി ഇതൊരു അനാവശ്യമില്ലാത്ത ഒരു സീരിയലോ CD-യോ ഫിലിമോ ആണെന്ന് സങ്കല്പിക്കുക. എന്നാൽ പോലും ഒരു മനുഷ്യൻ അനാവശ്യമായ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലേക്ക് കയറിപ്പോകാനുള്ള ഏണിപ്പടികളല്ലേ അത്? ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പൊ ഇത് പറയുമ്പോൾ ഒരു നിശ്ചിതമായ വിമർശനമല്ല, അതല്ല ഞാൻ പറഞ്ഞു. ഈ മനസ്സുകൊണ്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളിലെ 11ാമത്തെ കാര്യം അത്. 10 കഴിഞ്ഞിട്ട് 11ാമത്തേലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇത് നിശ്ചിതമായ വിമർശനമല്ല, ഇത് ഈ കോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ വിഷയത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു വിഷയം, ഒരു വിമർശനമല്ല, ആക്ഷേപമല്ല. അങ്ങനെ ആരും ധരിക്കേണ്ടതുമില്ല. ശ്രദ്ധിക്കുക. ഇമാം സൗരി റഹിമഹുല്ലാ മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, ഇന്നമാ സമ്മൂ മുത്തഖീന ലിഅന്നഹും ഇത്തഖൂ മാ ലാ യുത്തഖാ. മുത്തഖീങ്ങൾ എന്നവരെ പേര് വിളിച്ചത് എന്തുകൊണ്ടാണെന്നോ, ലിഅന്നഹും ഇത്തഖൂ മാ ലാ യുത്തഖാ, അങ്ങനെയൊന്നും ശ്രദ്ധിക്കേണ്ടതില്ലാത്ത, സൂക്ഷിക്കേണ്ടതില്ലാത്ത കാര്യങ്ങൾ പോലും അവർ സൂക്ഷിക്കുന്നു. അതിന്റെ പേരാ മുത്തഖി. അങ്ങനെയൊന്നും സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതില്ലാത്ത കാര്യങ്ങൾ പോലും എന്ന് വെച്ചാൽ അദ്ദേഹം ഒന്നുകൂടി വിശദീകരിച്ചു, മാലാ യുത്തഖാ ആദതൻ ഔ മാലാ യത്തഖീഹി അക്സറുന്നാസ്. സാധാരണയായി സൂക്ഷിക്കേണ്ടതില്ലാത്ത,
ഭൂരിഭാഗം ആളുകളും സൂക്ഷിക്കാത്ത വിഷയം, അതിനെ സൂക്ഷിക്കുമ്പോഴാണ് എന്താകുന്നത്? മുത്തഖിയാകുന്നത്. അതാണെന്ത്? ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞു. ഇത് ശരിക്ക് മനസ്സിലാക്കണം. ശരി, ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് സൂക്ഷിക്കേണ്ട വിഷയം എന്നാണ്. ഇങ്ങനെയൊക്കെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യം എന്ത് എന്നതാണ്. അത് യഥാർത്ഥത്തിൽ അതിന് നമുക്ക് ഇൽമുണ്ടായെങ്കിലേ എന്താണ് ഇങ്ങനെയൊക്കെ സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്ന് ബോധ്യമാവുകയുള്ളൂ. ഏത് പരിധി വരെ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ചിലപ്പോ ഇത് കേൾക്കണ നിങ്ങൾക്ക് തന്നെ തോന്നൂരില്ല, അധികമാണ് ഇയാൾ പറയണത്, അത്രയൊന്നും അല്ലേ? അങ്ങനെ തോന്നുന്നതിനൊരു വിരോധമില്ല, തോന്നുകയാണ് വേണ്ടത്. പക്ഷെ വിഷയം എവിടെയെന്ന് വെച്ചാൽ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അറിവാണ് ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ അതിലേക്ക് എത്തിക്കുക. ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ്, ഒരു വിഷയത്തിന്റെ ദോഷത്തെക്കുറിച്ചുള്ള വിജ്ഞാനമാണ് അതിൽ നകന്നു നിൽക്കാൻ ഒരാളെ പ്രേരിപ്പിക്കുക. ഇപ്പൊ ഒരു ഡോക്ടർ, അദ്ദേഹം ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തിലുള്ള ചില ദോഷങ്ങളെ കുറിച്ച് നമുക്കൊക്കെ അറിയാം. പക്ഷെ നമുക്കറിയുന്നതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ആർക്കറിയാം? ഈ മെഡിക്കൽ സയൻസ് ഒക്കെ പഠിച്ച ഈ ഡോക്ടർക്കറിയാം. അപ്പൊ നാം അത് സൂക്ഷിക്കുന്നതും ഈ മെഡിക്കൽ സയൻസ് ഈ രൂപത്തിലൊക്കെ പഠിച്ച ഒരു ഡോക്ടർ അത് സൂക്ഷിക്കണവും തമ്മിൽ എന്തുണ്ടാവും? വ്യത്യാസമുണ്ട്. നമ്മൾ ഡോക്ടർ ഇങ്ങനെ അതീവ സൂക്ഷ്മത കാണിക്കുമ്പോൾ ഇയാൾക്കെന്താ ഭ്രാന്ത, അങ്ങനെയൊന്നും സൂക്ഷിക്കേണ്ടതില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ ഭ്രാന്ത ആർക്കാ? നമുക്കാണ്. അത് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഇത്ര ശക്തമായി സൂക്ഷിക്കണം, ഇന്ന കാര്യങ്ങളൊക്കെ ഇത്ര ശക്തമായി സൂക്ഷിക്കേണ്ടതാണ് എന്നൊരാൾ പറഞ്ഞാൽ നമ്മൾ പറയേണ്ടത് നേരത്തെ പറഞ്ഞൊന്നും നമ്മൾ പറയണ്ട. അത് അയാളുടെ ആ വിഷയത്തിലുള്ള വിജ്ഞാനത്തിന്റെയും വിവരത്തിന്റെയും കാര്യമാണ്. നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയില്ല എന്നർത്ഥം. അതാണ് വിഷയം. ഇപ്പൊ ഇസ്ലാമിക ലോകത്ത് നിങ്ങൾ പലപ്പോഴും പലതരം പുതിയ ചിന്തകളും ഉടലെടുത്ത് വരുന്നത് കണ്ടിട്ടുണ്ടാകും. ആ ചിന്തകളുടെയൊക്കെ അടിസ്ഥാനം അതിലെ ഹലാലും ഹറാം. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മ്യൂസിക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ? ഇതൊരു ഭയങ്കര ചർച്ചയാണ്. നമ്മുടെ നാട്ടില് നമുക്കൊന്നും ഇസ്ലാമിന്റെ തീവ്രത ഇല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ശക്തമായ തീവ്രത വേണം എന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം, അത് കുറച്ചൊരു പ്രതിരോധത്തിന് വേണ്ടി ശക്തമായ രൂപത്തിൽ ഒരു തീവ്രതയുണ്ടാക്കി മുസ്ലിം അല്ലാത്തവനെല്ലാം ഒരു മോശക്കാരനായി അവനൊക്കെ അങ്ങനെ വരച്ച വരയിൽ നിർത്തി പറ്റുമെങ്കിൽ ഇടക്കൊക്കെ ഒന്ന് കുത്തി നോവിച്ച് ഒന്ന് പേടിപ്പിച്ചൊക്കെ വിടണം എന്ന് ശക്തിയായി നിർബന്ധമുള്ള ഒരു സമൂഹം. അവരുമായി ഈയിടെ ഒരു ചർച്ച നടത്താൻ അവസരം കിട്ടി. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല, കുറെ ആയത്തുകൾ ഓതി, ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് വളരെ സിമ്പിളായ ഒരു കാര്യം പറയാം. അതെന്താ? ഞാൻ പറഞ്ഞു, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പച്ചയായി ഹറാമാണ് എന്ന് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ട് അത് മുഖേന ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള അമുസ്ലിം സഹോദരങ്ങളെ പേടിപ്പെടുത്താനും അവരെ നിലക്ക് നിർത്താനും കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ ചോദിച്ചു, അതെന്താ? ഞാൻ പറഞ്ഞു, അതിങ്ങനെ ഈ മ്യൂസിക്കും അതുപോലെ ഈ ചെണ്ടയടിയും ബാൻഡടിയും മറ്റേ അതിനോട് അനുബന്ധിച്ചുള്ള വാദ്യസംഗീതമൊക്കെ ഉപയോഗിച്ച് നിങ്ങളൊരു മാർച്ച് നടത്തി, അത് ഹറാമാണ്, ചെയ്യാൻ പാടില്ലാത്ത. നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞ് ഭയങ്കരമായി അറുത്ത് മുറിച്ച് പരിപൂർണമായ ഇസ്ലാം ഞങ്ങൾ മാത്രമാണ്, നിങ്ങളൊന്നും അല്ല എന്ന് പറയുന്ന നിങ്ങൾ ചെയ്തത് തെറ്റാണ്, ശരിയല്ല. അപ്പോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെയൊക്കെ ആണെങ്കിലും അത് ശരിയാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ടല്ലോ. ഞാൻ ചോദിച്ചു, ആരാ? ഇങ്ങനെ ഈ വാദ്യസംഗീതവും ബാൻഡും ഇതൊക്കെ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ പേടിപ്പിച്ചു നിർത്തണം എന്ന് പറഞ്ഞ പണ്ഡിതനേതാ? അല്ലെങ്കിൽ ഇസ്ലാമിനെ ശക്തി കൂട്ടാൻ, ഇസ്ലാമിന് ശക്തി പകരാൻ ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞത് ആരാ? അപ്പൊ അദ്ദേഹം ഒരാളെ പേര് പറഞ്ഞു, അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പറയുന്നില്ല അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വിവരക്കേടാണ്, തെറ്റാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയുന്നു, അതെന്താന്ന് ചോദിച്ചാൽ ആ വിഷയത്തിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട യഥാർത്ഥ വിവരം കിട്ടിയിട്ടില്ല. അതാണ് വിഷയം, അതാണല്ലോ വിഷയം. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, യഥാർത്ഥത്തിൽ
യഥാർത്ഥത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് യഥാർത്ഥമായ പൂർണ്ണമായ ജ്ഞാനം കിട്ടിയ ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ആ വിജ്ഞാനം സ്വീകരിക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, സഹോദരന്മാരെ, ഇത് തന്നെയാണ് നിങ്ങളുടെ മറ്റു വിഷയങ്ങളിലൊക്കെ ഉള്ളത്. ഒരു ഉദാഹരണം ഞാൻ വളരെ കൃത്യമായി വ്യാഖ്യാനങ്ങൾക്ക് നിവൃത്തിയില്ലാത്ത സാധ്യതയില്ലാത്ത ഒരു ഉദാഹരണം മാത്രം പറഞ്ഞതാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരു വിഷയത്തെ സൂക്ഷിക്കാൻ ആവശ്യമായത് ആ വിഷയത്തിലുള്ള എന്താണ്? വിജ്ഞാനമാണ്. അപ്പോ ഏത് വിഷയത്തിൽ നിന്നാണ് നാം തഖ്വ ഉൾക്കൊള്ളേണ്ടത് എന്നറിയാൻ ആ വിഷയത്തിൽ പൂർണ്ണമായ ജ്ഞാനം വേണം, വിജ്ഞാനം വേണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, തഖ്വയുള്ളവരായി തീരാൻ ഒന്നാമത് ചെയ്യേണ്ടത് അഹ്കാമുദ്ദീൻ പഠിക്കണം, ദീനിന്റെ വിധികൾ പഠിക്കണം. ഏതൊക്കെയാണ് ഹലാല്, ഏതൊക്കെയാണ് ഹറാമ്, അത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം. വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ദുനിയാവിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഭയങ്കരമായി നമ്മളെ മനസ്സിനെ കുഴക്കുന്ന പല കാര്യങ്ങളും പഠിച്ചിട്ടാണല്ലോ നമ്മൾ ഈ നാട്ടിൽ ഉപജീവനത്തിന് വന്നത്, ജോലിക്ക് വന്നത്. പഠിക്കാൻ കഴിയും? പഠിക്കാൻ കഴിയില്ല എന്ന് വെറുതെ വിചാരിക്കുകയാണ്. അതിനുള്ള സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ നാം എന്ത് ചെയ്യണം? ഹറാമാണ് എന്ന വിചാരത്തോടു കൂടി ഒരു ഹലാല് ഒഴിവാക്കേണ്ട അവസ്ഥ നമുക്ക് വരാൻ പാടില്ല. ഹലാലാണ് എന്ന വിചാരത്തോടു കൂടി ഒരു ഹറാമ് ചെയ്യേണ്ട അവസ്ഥയും നമുക്ക് വരാൻ പാടില്ല. ഇതാണ് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഈ തഖ്വ യഥാർത്ഥത്തിൽ ഏതൊക്കെ വിഷയത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ കിട്ടാവുന്ന ഒരു സംഗതി, ആ വിജ്ഞാനം യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുമെങ്കിൽ ഒരിക്കലും പലിശ നമുക്ക് തിന്നാൻ കഴിയില്ല. ഒരു ഉദാഹരണമാണ്. ഒരു സുന്ദരിയായ പെണ്ണ് നടന്നു പോകുന്നു. അവളെ നോക്കാതെ കണ്ണ് താഴ്ത്താൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ രൂപത്തിലുള്ള ഈ ഒരു വിജ്ഞാനം നമുക്കുണ്ടായേ തീരൂ. ഒരു ഉദാഹരണം പറഞ്ഞു. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ബാധ്യതകളും കടങ്ങളും ഒക്കെ വന്നു. അപ്പോ എന്റെ കഴുത്തിൽ ഞാൻ തന്നെ ഒരു കത്തി കുത്താതിരിക്കാൻ എന്ത് വേണം? അതിനൊരു വിജ്ഞാനം വേണം. ഏതാ വിജ്ഞാനം? ഈ 3 വിഷയം, ഞാൻ 3 ഉദാഹരണം പറഞ്ഞു. 3 വിഷയത്തിലും ഖുർആന്റെ നെസ്സുണ്ട്, നിർദ്ദേശമുണ്ട്. ആത്മഹത്യ അത് തെറ്റാകുന്നു എന്ന് ഉള്ള ഇൽമ നമുക്ക് വേണം. അപ്പോൾ നമുക്ക് ഇന്ന് തഖ്വയുള്ളവരായി തീരാൻ സാധിക്കും. ഉദാഹരണം ഞാൻ പറഞ്ഞു. പലിശ അത് ഹറാമാകുന്നു എന്ന പക്കയായ വിജ്ഞാനം നമുക്ക് വേണം. അത് പക്കയായ അതിനെക്കുറിച്ചുള്ള, അത് കട്ടായമായതിനെ കുറിച്ചുള്ള വിജ്ഞാനം നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് മൂന്നാമതായി ഞാൻ പറഞ്ഞ വിഷയവും. ഒരു അന്യ സ്ത്രീയെ നോക്കാൻ നമുക്കൊരു പരിധിയുണ്ട്. അതിനപ്പുറമുള്ള നോട്ടം ഹറാമാകുന്നു എന്ന വിജ്ഞാനം നമുക്ക് വേണം. അതുണ്ടായ പിന്നെന്തില്ല? ഇതിൽ വാദത്തിന് അവകാശമില്ല. അത് തന്നെയാണ് എല്ലാ വിഷയങ്ങളിലും നാം ശ്രദ്ധിക്കേണ്ടത്. വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ്. ഒരിക്കലും സഹോദരന്മാരെ ഒരു ചെറിയ തെറ്റിനെ നാം നിസ്സാരമായി കാണരുത്. കാരണം ഈ ചെറിയ തെറ്റാണ് നാളെ വലുതായി വരിക. ചെറിയ കൊച്ചു കാര്യങ്ങളാണ് പലപ്പോഴും വലുതായി വരികയും പിന്നീട് നമുക്ക് അബദ്ധമായി മാറുകയും ചെയ്യുക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു ഹദീസുണ്ട്. ഹദീസ് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ആ ഹദീസ് പറയാനല്ല, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യം. ആ ഹദീസ് നിങ്ങൾക്കറിയാലോ. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത് വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസന വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് വിളിച്ചിട്ട് പറയാം, മുആദേ ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും തഖ്വയുള്ളവനായി തീരണം. ശൈഖുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു, മാ അഅലമു വസിയ്യതൻ അൻഫഉ മിൻ വസിയ്യത്തില്ലാഹി വറസൂലിഹി ലിമൻ അഖലഹാ വത്തബഅഹാ. ഇതിനേക്കാൾ ഉപകാരപ്രദമായ ഒരു വസിയത്ത് അല്ലാഹുവോ റസൂലോ നൽകിയത് ഞാൻ കണ്ടിട്ടേയില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് ഗവർണറായി നിയമിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് വിളിച്ചു പറഞ്ഞു, യാ മുആദ് ഇത്തഖില്ലാഹ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ നമ്മളോടൊക്കെ ചില ആൾക്കാർ ഇത്തഖില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രയാസം തോന്നാറുണ്ട്. അങ്ങനെ തോന്നേണ്ടതില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആരോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തഖില്ല എന്ന് പറയുന്നത്? മുആദ് റളിയല്ലാഹു അൻഹുവിനോട്. മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബിയുടെ സ്നേഹത്തിന്റെ ആഘാതത എത്രയാണ് നിങ്ങൾക്കറിയാവോ?
മുആദിനെ പലപ്പോഴും നബി വിളിച്ചിട്ട് യാ മുആദ് വല്ലാഹി ഇന്നി ല ഉഹിബ്ബുക്. ആരാ അത് പറഞ്ഞത്? മുആദേ, അല്ലാഹയാണേ സത്യം, ഞാൻ നിന്നെ വല്ലാതെ സ്നേഹിക്കുന്നു. ആരാ പറയണത്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ആരാണ് പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. നോക്ക് നിങ്ങൾ, ഈ രൂപത്തിൽ അതികഠിനമായി ശക്തമായി അള്ളാഹുവിന്റെ റസൂല് സ്നേഹിച്ച മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സ്നേഹത്തിന്റെ ആധിക്യമാണ് എന്ത് പറയാൻ പ്രേരിപ്പിച്ചത്? യാ മുആദ് ഇത്തഖില്ലാ എന്ന് പറയാൻ പ്രേരിപ്പിച്ചത് സ്നേഹമാണ്. എന്ത് മനസ്സിലാക്കണം? ഒരു മുസ്ലിമായ മനുഷ്യൻ ഏറ്റവും കൂടുതൽ വസിയ്യത്ത് നടത്തേണ്ടത് അത് ഇഷ്ടപ്പെട്ട ആളുകളോട്, സ്നേഹിക്കുന്ന ആളുകളോട് ഏറ്റവും കൂടുതൽ വസിയ്യത്ത് നടത്തേണ്ടത് എന്തായിരിക്കണം? ഇത്തഖില്ലാ, തഖ്വ ഉണ്ടാകണം കേട്ടോ. അത് സ്നേഹത്തിന്റെ മഹബ്ബത്തിന്റെ അടയാളമാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിന് നടത്തുന്ന ആ ഉപദേശം, മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചു എന്ന് മാത്രമല്ല, മുആദ് റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ കൂട്ടത്തിലെ ഏറ്റവും വലിയ നേതാവായിരുന്നു. അതുകൊണ്ടാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഗവർണറായി അയക്കുന്നത് ആരെയാണ്? മുആദിനെയാണ്. ഹലാലും ഹറാമും വളരെ കൃത്യമായി അറിയുന്ന, അഹ്കാമുകൾ അറിയുന്ന മഹാനായ പണ്ഡിതനായിരുന്നു മുആദ് റളിയല്ലാഹു അൻഹു. അത് തന്നെയാണ് യമനിലേക്ക് ഭരണാധികാരിയായി അദ്ദേഹത്തെ നിയോഗിക്കാനുള്ള കാരണവും. നിങ്ങൾക്കറിയാമോ, സഹാബത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് ഉപമിച്ചിരുന്നത്. ബാക്കിയുള്ളവരെ കൂടെയുള്ള ആൾക്കാർ സഹാബത്ത് മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഇബ്രാഹിം നബിയോടാണ് ഉപമിച്ചിരുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞത് ഇന്ന മുആദൻ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. ആ പദം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയെ കുറിച്ച് ഖുർആനിൽ പറഞ്ഞ പദമാണ്. ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകും മിനൽ മുശ്രിക്കീൻ. ആ പദമാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കൂടെ ജീവിച്ച സഹാബത്ത് പറഞ്ഞത്. മുആദ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമാണ്, അള്ളാഹുവിനെ കീഴൊതുങ്ങി ജീവിക്കുന്ന, നേർക്കുനേരെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കുന്ന, ഒരിക്കലും മുശ്രിക്കല്ലാത്ത. ആരാ പറഞ്ഞത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ആരാ നിങ്ങൾക്കറിയാലോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ സഹാബികളുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് തഫ്സീർ പഠിച്ച മഹാനായ പണ്ഡിതൻ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, തഫ്സീറൊക്കെ വായിക്കുമ്പോൾ ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തഫ്സീർ ഇബ്നു മസ്ഊദിന്റെ തഫ്സീറാണ്. അദ്ദേഹം മുഹാജിറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആളാണ്. ഇൽമിന്റെ കൊടിവാഹകനാണ് അദ്ദേഹം. സുഹദിന്റെ നേതാവായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത്, ഇന്ന മുആദ് കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ. മനസ്സിലായിക്കോളി, ആ മുആദിനോടാണ് റസൂലുള്ളാഹി എന്ത് പറയുന്നത്? യാ മുആദ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. എന്ത് മനസ്സിലാക്കണം? ഏറ്റവും കൂടുതൽ നാം ഇഷ്ടപ്പെടുന്നവരോട്, ബഹുമാനിക്കുന്നവരോട്, മഹാന്മാരോട്, മനസ്സിലാക്കിക്കോളി, എല്ലാ നിലക്കുമുള്ള മഹാനാണ് ആര്? മുആദ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പോലും അല്ലാഹുവിന്റെ റസൂൽ വിട്ടില്ല. മൂപ്പരോട് നമ്മൾ അതൊന്നും പറയണ്ടല്ല എന്നല്ല, പറയണം. ഓരോരുത്തരോടും പറയണം. ഏത് സന്ദർഭത്തിലും പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനാണെങ്കിൽ പോലും അദ്ദേഹം തഖ്വ ആവശ്യമുള്ളവനാണ് എന്നർത്ഥം. കാരണം തഖ്വ എന്ന് പറഞ്ഞാൽ അതാണ്. മനുഷ്യൻ വ്യത്യസ്തമായ അവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ നടന്നു പോകുന്നത്. മനുഷ്യൻ ദുർബലനാകും, പലപ്പോഴും സ്ഥിരത മനുഷ്യന് നഷ്ടപ്പെട്ടു പോകും. ആർക്കും വരും, പണ്ഡിതനായാലും പാമരനായാലും വരും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. പ്രത്യേകിച്ചും രഹസ്യവും പരസ്യവുമായ ജീവിതമുണ്ടാകും. ആ സന്ദർഭങ്ങളിലെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവപ്പെട്ട വിഷയം. എന്നിട്ട് പറഞ്ഞത് യാ മുആദ് ഇത്തഖില്ലാ. ഇനി മുആദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഞാനൊരു പക്ഷേ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. മുആദ് റളിയല്ലാഹു അൻഹു ആണ് പണ്ഡിതന്മാരുടെ നേതാവായി സ്വർഗത്തിലേക്ക് നടക്കുന്ന ആദ്യത്തെ ആൾ. ഇസ്ലാം പറഞ്ഞു തന്നതാ. ലോകത്തെ മുസ്ലിം ഉലമാക്കന്മാരുടെ സമൂഹം സ്വർഗത്തിലേക്ക് പോകുന്നു. അതിന്റെ മുമ്പിൽ അതിനെ നയിക്കുന്നത് ആരറിയോ? മുആദ് റളിയല്ലാഹു. ആ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹു പറയുന്നത് യാ മുആദ് ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത. അതുകൊണ്ട് സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന നിലക്കാണ് ഞാനത് പറഞ്ഞത്. അപ്പോ വലിയ ആളാണെന്ന് വിചാരിച്ച് നമ്മൾ എന്താക്കരുത്, വിടണ്ട.
ഇഷ്ടമുള്ളവരോടും പ്രിയപ്പെട്ടവരോടും വിവരമുള്ളവരോടും ഒക്കെ പറയണം, ഇത്തഖില്ലാഹ ഹൈസുമാ, എവിടെയായിരുന്നാലും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ദുർബലമാകും, വ്യത്യസ്തമായ അവസരങ്ങളും സന്ദർഭങ്ങളും മനുഷ്യനുണ്ടാകും, ഈമാൻ ദുർബലമാകും, തെറ്റിപ്പോകും. ആ സന്ദർഭത്തിലൊക്കെ മനുഷ്യന് പിടിച്ചു നിൽക്കാനുള്ള ഏക ശക്തി അത് മാത്രമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ കാണുക. ആ ഉപദേശത്തിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്കറിയാവുന്നതാണ്, പലപ്പോഴും നാം വിശദീകരിച്ചതാണ്. ഒരു തെറ്റ് വന്നു പോയാൽ ഉടനെ എന്ത് ചെയ്യണം? ഒരു നല്ല കാര്യം ചെയ്യണം. തെറ്റ് നമ്മൾ ചെയ്യും, മനുഷ്യനാ, പക്ഷെ പേടിച്ചു നിൽക്കല്ല, കൂടുതൽ നന്മ ചെയ്യണം, കൂടുതൽ നന്മ ഹസനാത്തുകൾ ചെയ്യണം. അബദ്ധങ്ങളൊക്കെ വന്നുപോകും. ഇസ്തിഗ്ഫാർ നടത്തുക, നന്മ ചെയ്യുക. എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പഠിപ്പിച്ചു, തംഹുഹ, അതിനെ മായ്ച്ചു കളയും. തെറ്റിനെ നന്മ എന്താക്കും? മായ്ച്ചു കളയും. അപ്പൊ സഹോദരന്മാരെ, ഇതൊക്കെയാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ ഈ വിഷയത്തെ മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക. തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി ജീവിതം മാറ്റിയെടുക്കാൻ എല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും ആ ദുആ, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. അല്ലാഹുവേ, ഞാൻ നിന്നോട്, ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, അൽ ഹുദാ, ഹുദയെ ചോദിക്കുന്നു. ഹുദ, സന്മാർഗം കിട്ടണം, ദുർമാർഗ ദലാലത്തിലായി പോകും. വത്തുഖാ, അതാണ് തഖ്വ. അള്ളാഹിനോട് ചോദിച്ചെങ്കിൽ അത് കിട്ടുള്ളൂ, വേറെ ആരോട് ചോദിച്ചാലും അത് കിട്ടൂല. വത്തുഖാ വൽ അഫാഫ്, സദാചാരമുള്ള ജീവിതം കിട്ടണം. ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇഫത്ത് കുറഞ്ഞു പോവുകയാണ് അല്ലേ? എല്ലാം അങ്ങോട്ട് അങ്ങനെ ആയാൽ പിന്നെന്തായി? അങ്ങനെയാണല്ലോ, എല്ലാവരും തുണി അയച്ചിട്ടാ പിന്നെന്തായി? തുണി അയച്ചിടുക എന്നുള്ളത് എന്തല്ല, ഒരു മോശമല്ല എന്ന പരുവത്തിലേക്ക് ഇഫത്ത് നഷ്ടപ്പെടുക. അള്ളാഹിനോട് ചോദിക്കണം, ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ് വൽ ഗിനാ. ഗിന എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യം, ധന്യത. അതേറ്റവും കൂടുതൽ വേണ്ടത് മനസ്സിനാണ്. പിന്നെ സമ്പത്തിന് വേണം അല്ലെ, എല്ലാം വേണം. ഗനി എന്ന് പറഞ്ഞാൽ, ധനികൻ എന്ന് പറഞ്ഞാൽ പണം കൊണ്ട് ധനികൻ മാത്രമല്ല, മനസ്സുകൊണ്ടുള്ള ധന്യതയും എന്താണ്? ഏറ്റവും വലിയ ധന്യതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് പഠിപ്പിച്ചത്. അപ്പൊ ആ പ്രാർത്ഥന ആരും മറക്കാതിരിക്കുക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ് വൽ ഗിനാ. 4 കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അല്ലാഹു യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.